തിരുവനന്തപുരം മൃഗശാലയിൽ ജീവനക്കാരനെ കടുവ ആക്രമിച്ചു. സൂപ്പർവൈസർ രാമചന്ദ്രനാണ് തലയ്ക്ക് പരിക്കേറ്റത്. വെള്ളമൊഴിച്ചു കൊടുക്കുന്നതിനിടെ ഇരുമ്പുകൂടിന്റെ കമ്പികൾക്കിടയിലൂടെ ആക്രമിക്കുകയായിരുന്നു. മേഘ്ന മുരളി തിരുവനന്തപുരത്ത് വീണ്ടും ഇതേ വാർത്തയിൽ ചെയ്യുന്നു. മേഘ്ന, നമുക്കിപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ എന്താണ്? ഇപ്പോൾ അവിടെ നിന്ന് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? കടുവയുടെ കൂടിന് സമീപത്ത് നിന്ന് മേഘ്ന മുരളി നമ്മോടൊപ്പം ചെയ്യുന്നു. മേഘ്ന, തുടരാം. സുഹേൽ, ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം മൃഗശാലയിലാണ്. ഇതാ നമുക്ക് കാണാം ഈ ദൃശ്യങ്ങളിൽ ഈ ജീവനക്കാരനെ ആക്രമിച്ച കടുവ ബബിത, പെൺകടുവയാണ്. ബബിത ദൃശ്യങ്ങളിൽ കാണാം. ഈ കടുവയാണ് ഇന്ന് രാവിലെയോടുകൂടി നമ്മൾ ഈ കാണുന്ന കമ്പിക്കിടയിലൂടെ കൈയിട്ട് ജീവനക്കാരനെ ആക്രമിച്ചത്. അതിൽ പരിക്കേറ്റിരിക്കുന്നത് സൂപ്പർവൈസറായിട്ടുള്ള രാമചന്ദ്രനാണ്. രാമചന്ദ്രന് തലയ്ക്ക് 6 തുന്നലുകളുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കൂടാതെ രാമചന്ദ്രനുമായി നമുക്ക് ഫോണിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് പറയുന്നത് കാര്യമായ അല്ലെങ്കിൽ ഗുരുതര പരിക്കുകളില്ല എന്നുള്ളതാണ്. രാവിലെ പതിവായി എല്ലാ ദിവസവും കടുവയ്ക്ക് വെള്ളവും ഭക്ഷണവും കൊടുക്കുകയും അതുപോലെ തന്നെ കൂട് വൃത്തിയാക്കുകയും ചെയ്യുന്ന പതിവുണ്ട്. അതിനിടയിലാണ് ഈ കമ്പിക്കിടയിലൂടെ കൈ പുറത്തിടുകയും നഖം കൊണ്ട് തലയ്ക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുള്ളത്. 6 തുന്നലുകളാണ് നിലവിലുള്ളത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ബബിത, പെൺകടുവ, സുഖമായി ഉറങ്ങുകയാണ് എന്ന് തന്നെയാണ് തോന്നുന്നത്. രാവിലെ കുറച്ച് പ്രശ്നക്കാരനായിരുന്നു, പക്ഷേ ഇപ്പോൾ സുഖമായി കൂട്ടിനുള്ളിൽ ഉറങ്ങുകയാണ്. അതുപോലെ തന്നെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് മൃഗശാല സൂപ്രണ്ട് അടക്കമുള്ളവരുമായി സംസാരിക്കുമ്പോൾ ലഭിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനുള്ളത് മൃഗശാലയിൽ തന്നെ ഡോക്ടർ നികേഷിനോടാണ്. ഡോക്ടറിന് എന്താണ് ഉണ്ടായത്? എങ്ങനെയാണ്, ഗുരുതരമാണോ പരിക്ക്? ഇല്ല, അതൊരു ചെറിയൊരു അറ്റാക്ക് മാത്രമാണ്. ഇതിപ്പോൾ ബബിത എന്ന് പറയുന്ന ടൈഗറാണ്, ഫീമെയിലാണ്, 6 വയസ്സോളം പ്രായമുണ്ട്. അത് ചെറിയ കൈകളാണ്. അപ്പോൾ അതിൻ്റെ അഴികളുടെ ഇടയിൽ കൂടെ അതിൻ്റെ കൈ പുറത്തേക്ക് വരും. അപ്പോൾ രാവിലെ സൂപ്പർവൈസർ കൂട് വൃത്തിയായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കൈ പുറത്തേക്കിട്ട് ചെറുതായിട്ടൊന്ന് മാന്തിയതാണ്. അപ്പോൾ ഇതിൻ്റെ ക്ലോസ് റിട്രാക്റ്റബിൾ ആണ്. ഇതിങ്ങനെ പുറത്തേക്ക് വരുന്ന നഖങ്ങളുള്ള ജീവിയാണ് കടുവ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ നഖം കൊണ്ടൊരു മാന്താണ് കിട്ടിയത്. അപ്പോൾ തൊലിപ്പുറത്തുള്ള മുറിവാണ്. അദ്ദേഹത്തെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇപ്പോൾ 4 സ്റ്റിച്ച് ഉണ്ട്, പക്ഷേ തിരിച്ച് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തിയിട്ടുണ്ട്. ഈ കടുവ മുന്നേയും പ്രശ്നക്കാരനായിരുന്നു. എപ്പോഴാണ് ഈ കടുവ ഈ തിരുവനന്തപുരം മൃഗശാലയിൽ എത്തിയത്? കടുവകൾ തീർച്ചയായിട്ടും ആക്രമണകാരികൾ തന്നെയാണ്. ഈ കടുവയ്ക്ക് അങ്ങനെ പ്രത്യേകമായിട്ടൊരു ആക്രമണ സ്വഭാവം ഇല്ല. ഇത് 2024 കഴിഞ്ഞ വർഷം ഏപ്രിലാണ് നമുക്ക് വനംവകുപ്പ് ഇങ്ങോട്ട് തരുന്നത്. അന്ന് തന്നെ ഒരുപാട് രോഗങ്ങളും മുറിവും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളത് ട്രീറ്റ് ചെയ്ത് ഫുൾ ഹെൽത്തി ആയതിനു ശേഷം കൂട്ടിലേക്ക് മാറ്റിയതാണ്. എവിടെ നിന്നാണ് എത്തിച്ചത്? വയനാട് നിന്ന് അത് നാട്ടിലേക്ക് ഇറങ്ങി ആടുകളെയും പശുവിനെയൊക്കെ പിടിക്കാൻ തുടങ്ങിയ ഒരു സമയത്ത് വനംവകുപ്പ് ട്രാപ്പ് ചെയ്ത് കൊണ്ടുവന്നതാണ്. സുഹേൽ, അങ്ങനെ തന്നെയാണ്. വയനാട് നിന്ന് പ്രശ്നക്കാരനായതുകൊണ്ട് തന്നെ ജനവാസ മേഖലയിൽ അടക്കം ഇറങ്ങി പ്രശ്നക്കാരനായതുകൊണ്ട് ഇവിടെ തിരുവനന്തപുരം മൃഗശാലയിൽ എത്തിച്ചതാണ്. അതിനുശേഷം മറ്റ് അസ്വാഭാവികമായിട്ട് ഒന്നും ഇവിടെ ഉണ്ടാവാറില്ല. മറിച്ച് ദിവസവും ഇവിടുന്ന് ജീവനക്കാർ ഭക്ഷണവും വെള്ളവും ഒക്കെ കൊടുക്കുന്നതാണ്. അതിനിടയിലാണ് ഇത്തരത്തിൽ ഇന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോവാം. ഇന്ന് ഒരു സൂപ്പർവൈസർ രാമചന്ദ്രനെ ആക്രമിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ മറ്റ് പ്രശ്നങ്ങളില്ല. ഈ രാമചന്ദ്രനും അധികം ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളില്ല. തലയ്ക്ക് തുന്നലുകളുണ്ട്. ശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണുന്നത് ബബിത എന്ന പെൺകടുവയാണ്. വയനാട് നിന്ന് എത്തിച്ചതാണ്. കഴിഞ്ഞ 2024 തിരുവനന്തപുരം മൃഗശാലയിലേക്ക് എത്തിക്കുന്നത്. അതിനുശേഷം ഇന്നാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.